ബോഡി മരിച്ചോ ഇല്ലയെന്ന് ഞാൻ ഡോക്ടറല്ല തീരുമാനിക്കാം. ആശുപത്രി എടുത്തോണ്ട് പോവുകയാണ്. ശരി, ആയിക്കോട്ടെ. ഈ വണ്ടി ഓടിച്ച ആളെ മെഡിക്കൽ പരിശോധന എടുത്തായിരുന്നു സാറേ? ഈ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന, ഈ ബസ് ഓടിച്ച ഡ്രൈവറെ ഓടിച്ചല്ലോ, നീട്ട് തന്നെ പോകത്തില്ലല്ലോ സാറേ? മാറ്റിയിട്ട് ആളെ പരിശോധിച്ചിട്ടുണ്ടോ ചോദിച്ചേ? അതാണ് സാറിന് അങ്ങനെ പറയാൻ പറ്റും? മെഡിക്കൽ അത് നോട്ടത്തിൽ അറിയാവുന്ന അങ്ങനെ അറിയാൻ പറ്റുന്നില്ല സാറേ. അങ്ങനൊന്നും പറയല്ലേ സാറേ, അങ്ങനൊന്നും പറയല്ലേ. അതെന്തോ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ റോഡിൽ നിന്ന് നിങ്ങൾ പിന്നെ മെഷീൻ ഇവിടെ മരിച്ചിട്ടില്ല. എയർ കയറ്റി എന്ന് പറയില്ലേ, എയർ കയറ്റി ഭയങ്കര സൗണ്ട് ഉണ്ടാവും വണ്ടി, അതറിയാമോ? സൗണ്ട് ഉണ്ടാവത്തില്ല, മനസ്സിലായോ? സൗണ്ട് ഉണ്ടാവും. ഒരാളുണ്ടെങ്കിൽ എണ്ണിച്ച് മാറും. ഇയാൾ മനപൂർവ്വം കൊലപാതകം ഇയാൾ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് ഇയാൾ പറയാം 25 ദിവസം ഓടിച്ചാൽ ഞങ്ങൾ ചോദിച്ചാൽ മറുപടി ആണ് ഇയാൾ പറയുന്നത്. മര്യാദ കാണിക്കല്ലോ കേട്ടോ, നിങ്ങൾ തെമ്മാടിത്തരം പറയരുത്. ഇയാളെന്തോ പറയുന്നത് വണ്ടി ഓടിക്കുന്നത്? ഞങ്ങളെന്തോ പറഞ്ഞേ? ഇന്നലെ രാത്രി മനപ്പൂർവ്വം ഒരുത്തൻ വണ്ടി ഇടിച്ചു വന്നു. ആ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി പോയി. അല്ല, നിങ്ങൾ ആ തൊന്മാടത്തരം കാണിച്ചിട്ട് വണ്ടി ഓടിച്ച ആൾക്ക് പിന്നെ ജാമ്യം എടുത്തോ? ഇല്ല, ജാമ്യം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ രാത്രി പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രി അറിയിച്ചില്ല. ഈ വാർഡ് മെമ്പർ അറിയിച്ചില്ല. ഞാൻ ഈ രാത്രി സെക്യൂരിറ്റി പിൻവലിക്കാൻ ആരുടെ തീരുമാനമാണ്? അല്ല, ഞങ്ങൾക്ക് പഞ്ചായത്ത് അറിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു. ദൃശ്യമാധ്യമങ്ങൾക്ക് അറിയത്തില്ല, പോലീസിന് അറിയത്തില്ല, KSRTC ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല. ഒരു പാവപ്പെട്ട ഒരു മേൽവിലാസം ഗതാഗത വകുപ്പ് മന്ത്രി സത്യം പറഞ്ഞ് പ്രതികർക്കണ്ട, ഈ കേസിൽ പ്രതികർക്കണ്ട ആളൊക്കെ. പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന നാളും ഒരു പുള്ളി ഉണ്ട്. ബസ് ഓടിക്കുന്ന മര്യാദക്കാർ കാണും, പക്ഷെ കൂടുതലാവുമാരും വൃത്തികെട്ടവന്മാരാ. അവർക്ക് തോന്നിയതുപോലെ വണ്ടി കൊണ്ട് ഓടിക്കുന്നത്. രാത്രി വണ്ടി ഓടാത്ത സ്റ്റാൻഡ് ആര് ആത്മഹത്യ വരുന്നത്? ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇന്നലെ രാത്രി ദാരുണമായി ഈ പത്തനാറ് KSRTC സ്റ്റാൻഡിൽ മരിക്കാനിടയായത്. ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാരാകില്ല. പത്തനാറ് ടൗൺ എന്ന് പറഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അയാളുടെ വീട്ടിൽ 100 മീറ്റർ ഇപ്പുറത്തെ KSRTC സ്റ്റാൻഡ് 10-21 വർഷം മുമ്പ് സ്ഥാപിതമായ സ്റ്റാൻഡിൽ ഇതുവരെയും പിന്നെ ഈ ബസ് എത്ര ഉണ്ടോ അതിന് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. നിങ്ങൾ ഈ റോഡിൽ തന്നെ കൊണ്ടിട്ടേക്കുന്നത് എന്ത് ഗതാഗത കുരുക്കുന്ന രാത്രി പോകുമ്പോൾ ഗതാഗത കുരുക്ക. പിന്നെ വണ്ടി പിൻവലിക്കാതെ തട്ടാക്കുട്ടിയാണോ സാറേ പറയുന്നത്? വണ്ടി പിൻവലിക്കാതെ സാറിന്റെ ഇതല്ല, ഇത് നാട്ടുകാര് കരമടച്ച് പണം മുടക്കി സാറിന്റെ ഇഷ്ടത്തിന് അതല്ല. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, KSRTCയുടെ ഗുരുതരമായ വീഴ്ച കൊണ്ട് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇന്നലെ രാത്രി ദാരുണമായി ഈ പത്തനാറ് KSRTC സ്റ്റാൻഡിൽ മരിക്കാനിടയായത്. ദാരുണമായി. ഇത് നിങ്ങൾ വളരെ ഈസി ആയിട്ടാണ് ഇതിനെ കാണുന്നത്, വളരെ ഈസി ആയിട്ടാണ്. നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അത് നിങ്ങൾ ഇൻഫോർമൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളിപ്പോ ഉപരോധം തുടങ്ങിയിരിക്കുക, നിങ്ങൾ ഉപരോധിക്കാം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, രാത്രി അല്ല അങ്ങനല്ല. ഈ പത്തനാപുരം ടൗണിലെ KSRTC സ്റ്റാൻഡിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു 9:30 മണി കഴിഞ്ഞാൽ 8-9 മണി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ വണ്ടി വരുന്നില്ല. പിന്നെ വണ്ടി പോകുന്നത് മൊത്തം പിന്നെ മൂവാറ്റുപുഴ റോഡിൽ കൂടെയും അല്ലെങ്കിൽ ഇങ്ങോട്ട് വണ്ടി പോകുന്നത് KSRTC കയറത്തില്ല. 11:45 ഇവിടുന്ന് ഒരു ബസ് എടുത്തു, അതിന് മുന്നിൽ ഒരാൾ വന്ന് വീണു, അപ്പോൾ തലയിൽ കയറി എന്ന് മരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കപ്പോ സർവീസ് ഇല്ല. അതന്നെ അല്ല ഞാൻ പറയട്ടെ അല്ല അങ്ങനെ സാർ അങ്ങനെയല്ലോ ആദ്യം പറഞ്ഞു. എന്താണ് സംഭവിച്ചെന്നുള്ളത് ഈ പറഞ്ഞ പോലെ രാത്രി വണ്ടി ഓടാത്ത സ്റ്റാൻഡ് ആര് ആത്മഹത്യ വരുന്നത്? ഏറ്റവും വലിയ രാത്രി സെക്യൂരിറ്റി മാത്രമല്ല, ഇവിടെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാർ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് പോലും പ്രോപ്പറായിട്ടുള്ള മാനറിലല്ല, തോന്നിയതുപോലെ കൊണ്ടിടുന്നത്. ഈ വണ്ടി കൊണ്ട് വളഞ്ഞു കയറുന്നിടത്ത് ഈ ബസ് ഓടിക്കുന്ന മര്യാദക്കാർ കാണും, പക്ഷെ കൂടുതലാവുമാരും വൃത്തികെട്ടവന്മാരാണ്. അവർക്ക് തോന്നിയതുപോലെ വണ്ടി കൊണ്ട് ഓടിക്കുന്നത്. ആ ഓട്ടോ സ്റ്റാൻഡ് കൊണ്ട് വരുന്നിടത്ത് ഇവന്മാർ 8 മണി വണ്ടി ഒതുക്കുന്ന ആ ഒരു വെപ്രാളത്തില്ലേ കൊണ്ട് ആ റോഡ് സൈഡിൽ കൊണ്ട് ഇട്ടിട്ട് പോകും. രാത്രി ഇപ്പം സിനിമ കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരും, ടൗണിൽ വരും. ടൗണിൽ ഇപ്പോൾ രാത്രിയിലെ ആളുകൾ കൂടുതലുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട്, ആശുപത്രികൾ 4 ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്ത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുല്ലൂരോ അല്ലെങ്കിൽ കൊട്ടാരം താലൂക്ക് ആശുപത്രിയിലെ ആളുകൾ പോകുന്നത്. രാത്രി ഒരു വണ്ടി എടുത്ത് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ KSRTC റോഡിൽ കൊണ്ടിട്ട് പൊതുഗതാഗതം തടസ്സപ്പെടുന്ന രീതിയാണ് കാണുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥലം കിടപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ വണ്ടി കൊണ്ടിടാം. നിങ്ങൾ എളുപ്പം നോക്കിയാൽ ഈ ഫ്രണ്ടിൽ കൊണ്ടിടുന്നത് വീതിയുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. കല്ലുകടവിൽ സാർ അവിടെ മൊത്തം പ്രൈവറ്റ് ആ റോഡ് സൈഡിൽ പ്രൈവറ്റ് ബസ് എല്ലായിടത്തും കല്ലുകട വരെയും പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ
കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചൊരു KSRTC ഒരു ബൈക്ക് ഡോർ അടയ്ക്കാതെ പോയി. ഇത് മന്ത്രിയെല്ലാം അന്വേഷിക്കുകയെല്ലാം ചെയ്തു. മന്ത്രി അന്വേഷിക്കുകയെല്ലാം അറിയിച്ചല്ലേ ഉള്ളൂ. അല്ല പുള്ളി വന്ന് നോക്കിയോ ഇതിന്റെ കാര്യങ്ങളും? പോലീസ് മാസ്റ്റർ സീൻ മാസ്റ്ററൊക്കെ ചെയ്താൽ വന്നായിരുന്നു. രാത്രി തന്നെ വന്നു സീൻ മാസ്റ്റർ. വളരെ ഭാഷ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇതിനകത്ത് വലിയ ഗുരുതരമായ ദൃശ്യമാധ്യമങ്ങളിൽ വന്നില്ല. നിങ്ങൾ KSRTCയിലെ കുറച്ച് ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ പോലീസ് ഇടപെട്ട് ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ഇതങ്ങനെ ഒരു ഒരാളാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്ന് രാവിലെ ഇത് ഗതാഗത വകുപ്പ് മന്ത്രി സത്യം പറഞ്ഞ് പ്രതി ചേർക്കണ്ട, ഈ കേസിൽ പ്രതി ചേർക്കണ്ട ആളൊക്കെ. പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന നാളും മുതൽ പുള്ളി ഇവിടെ ഉണ്ട്. എന്നിട്ട് പോലും പുള്ളി ഇതുവരെ ഈ നാട് ഗ്യാരേജ് പ്രവർത്തിക്കാതെ കിടക്കുക. അവിടെ വണ്ടി കയറ്റിയിടാം പൊളിച്ചു കളഞ്ഞിട്ട് ആ ഗ്യാരേജ് പ്രവർത്തിക്കുന്ന എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല. ആര് പറഞ്ഞു പ്രവർത്തിക്കുന്നില്ല? നിങ്ങൾ ഗ്യാരേജ് ഇവിടുന്നുള്ള മെഷീനെല്ലാം അവിടെ ഇളക്കിക്കൊണ്ട് പോയതപ്പോ അന്ന് 3 വർഷം മുമ്പ് ഈ ഗ്യാരേജ് എന്നുള്ളതെല്ലാം പറയിക്കൊണ്ട് പോയല്ലോ. നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? അപ്പൊ ആര് പറഞ്ഞു ഈ ലീസ് ഒന്ന് പുതുക്കണം? ജെറ്റി പുതിയ ആളാ. പഴയ ഇവിടുന്ന് ഈ ലീസ് ഇതുവരെ പുതുക്കിട്ടില്ല. ഇതിന്റെ 1 രൂപ ലീസാ, 1 രൂപ ലീസ്. ഇതുവരെ നിങ്ങൾ പഞ്ചായത്ത് ലീസ് പുതുക്കിട്ടില്ല. 16 വർഷമായിട്ട് പുതുക്കുന്നില്ല. അപ്പൊ അന്ന് നോട്ടീസ് കൊടുത്തപ്പം പറഞ്ഞു ഞങ്ങൾ ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ വേണമെന്ന് വെച്ച് എന്തോ വേസ്റ്റ് അല്ല. അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ ഈ KSRTC സ്റ്റാൻഡ് ഒഴിയാൻ പോകുന്നു. ഇവരെന്തോ പറഞ്ഞാൽ തട്ടാമുട്ടിയാ പറയുന്നത്. നിഷേധാത്മക നിലപാട് ഇവർക്കുള്ളൂ. നമ്മളൊരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങളിത് അവസാനിപ്പിക്കാം. പിന്നെ ഇവരെ വീട്ടിൽ നിന്നുണ്ടോ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ പാവപ്പെട്ട ആൾക്ക് യാത്രാ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുഗതാഗതം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വിചാരം ഇവരെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടൊന്ന് പ്രവർത്തിപ്പിക്കും. ഒരു പാവപ്പെട്ട ഒരു മരിച്ച പത്രാർത്ഥ ദൃശ്യമാധ്യമങ്ങൾക്ക് അറിയത്തില്ല, പോലീസിന് അറിയത്തില്ല, KSRTC ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല. ഒരു പാവപ്പെട്ട ഒരു മേൽവിലാസം ആളാണ്. നിങ്ങളുടെ ഏതായാലും ഒരു ജീവനക്കാരൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഇത് KSRTC സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുമായിരുന്നു. അപ്പൊ എന്തൊരു ഈസിയായിട്ട് രാത്രി തന്നെ മത്സര എഴുതി ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി ഇവിടുന്ന് മാറ്റി. സാധാരണ ഒരുത്തനെ ആരും അറിയാതെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ടൗണിലുള്ള ആൾക്കാരെല്ലാം ഒരാളും ചെയ്തോ? ഈ സാറ് പറഞ്ഞല്ലോ, ടൗണിലുള്ള എല്ലാവരും പറഞ്ഞു രാത്രി 11:45 എറണാകുളം ഓഫീസിൻ്റെ അവിടെ ഞങ്ങൾ 8-9-10 പേരുണ്ടായിരുന്നു. സാറ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഓട്ടോക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ബന്ധപ്പെട്ട അങ്ങനൊന്നും പറയല്ലേ സാറേ. സാറിന്റെ വീട്ടിലും ആൾക്കാരൊക്കെ ഉള്ളതല്ലേ? അങ്ങനെ ഒരു മനുഷ്യത്വം സംസാരിക്കുന്നത്. രാത്രിയിൽ ഇവിടെ ആകെ വിരലിനാവുന്ന ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സംഭവം നടന്നിട്ട് ആദ്യം അറിയിക്കുന്ന പുറത്തുള്ള രാത്രി അറിയിച്ചില്ല. ഈ വാർഡ് മെമ്പർ അറിയിച്ചായിരുന്നു. വാർഡ് മെമ്പർ അറിയിച്ചില്ല. ഈ രാത്രി സെക്യൂരിറ്റി പിൻവലിക്കാൻ ആരുടെ തീരുമാനമാണ്? അല്ല, ഞങ്ങൾക്ക് പഞ്ചായത്ത് അറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു. സെക്യൂരിറ്റി ആരോട് ചോദിച്ചിട്ടാ സെക്യൂരിറ്റി പിൻവലിച്ചേ? നിങ്ങൾ സെക്യൂരിറ്റി ആരുടെ പോളിസിയാ സാറേ? ആരുടെ പോളിസി മാറ്ററാ? എന്റെ പോളിസി അല്ല. അല്ല, ആരുടെ പോളിസി മാറ്റാ? സർക്കാരിന്റെ പോളിസിയാണോ? കോർപ്പറേഷന്റെ പോളിസിയാ. കോർപ്പറേഷന്റെ പോളിസിയാ. മന്ത്രി എടുത്ത പോളിസിയാ. മന്ത്രി എടുത്ത കോർപ്പറേഷൻ എടുത്ത പോളിസിയാ. എന്തോ CCTV വയ്ക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ജീവനക്കാരെ പിൻവലിക്കുക എന്നുള്ളത്. അത്രയ്ക്കൂടെ ലാഭം ഉണ്ടാകട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ക്യാമറ പിന്നെ അത്രയും പിന്നെ വിസിബിൾ ആയിട്ടുള്ള മൂവി ക്യാമറകളാണ് വെച്ചേക്കുന്നത്. ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. അപ്പൊ ഞാൻ ഈ വിഷ്വൽ നോക്കിയാൽ ഈ ബസ്സിന്റെ മുന്നിലും പുറകിലും വേറെ ബസ് ഉണ്ടോ നോക്കാൻ പറ്റുമായിരുന്നല്ലോ. വണ്ടി ക്യാമറ ഉള്ള വണ്ടി 11:45 വണ്ടി എടുത്തത്. ആ വണ്ടി ആ ബസ് എന്തി ഗാരേജിലേക്ക് പോകണമല്ലോ. ആ ബസ് എന്തി രാത്രി സംഭവം രാത്രി നടന്ന ബസ് എന്തി ഗാരേജിലുണ്ടോ ബസ്? ആ അപ്പൊ വണ്ടി ഓടിച്ച ആൾക്ക് പിന്നെ ജാമ്യം എടുത്തോ? അയാളെ ഇല്ല, അയാൾ ജാമ്യം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ജാമ്യം എടുക്കാൻ പോകുന്നുണ്ട്. അത് പോലീസ് അന്വേഷിച്ച് അത് അവൈലബിൾ ആയിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിലല്ലേ അത് ജാമ്യം കൊടുക്കാൻ പറ്റും. പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. അയാൾ മനഃപൂർവ്വം പുള്ളി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ എല്ലാം വളരെ പ്ലാൻഡ് ആയിരുന്നു. ഒരാൾ തൂങ്ങി മരിച്ചാൽ സ്വാഭാവികമായി ഒരാൾ തൂങ്ങി മരിച്ചാൽ ഒരു 5 മണിക്കൂറുണ്ട് ഒരു ഇൻക്വസ്റ്റ് ചേർത്ത് ബാക്കിയാര്. ഇത് രാത്രി 11:45 യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ബോഡി ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായ ഇടപെടൽ വെളിയിൽ നിന്നുണ്ടായി. നിങ്ങൾ അതിന് ഒത്താശ ചെയ്ത് കൊടുത്തോണ്ടാണ് ഇത് സംഭവിച്ചത്.
ഇതൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലോ? ഇത് ഇവിടുത്തെ പബ്ലിക്കിന് അറിയാത്ത കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഞങ്ങളുടെ കൺട്രോൾ നിങ്ങളെ പോലും അതിനകത്ത് കൂടാതെ ഭാഗമായിട്ട് ഈ കേസിൽ പ്രതി ചേർക്കണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സാറിപ്പോൾ 2 തെറ്റ് പറഞ്ഞു. എന്താ പറയുക, സാർ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ വൈഡായിട്ട് പാർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വണ്ടിയൊക്കെ പിൻവലിച്ചോളാം. ഇപ്പോൾ ഈ വാർഡിന്റെ മെമ്പർ അങ്ങനെ വണ്ടി പിൻവലിക്കണമെങ്കിൽ സാറ് വിചാരിച്ചാൽ നടക്കും? വണ്ടി എന്നാ വേണേ പിൻവലിക്കാം. ഇവിടെ ഇതിനകത്ത് 20 ബസ് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വിടുന്നത് 10,000 KSRTC 20 ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെന്തോ പറഞ്ഞേ? ഇന്നലെ രാത്രി മലപ്പുറം ഒരുത്തൻ വണ്ടി ഇടിച്ചു വന്നൂടെ? വണ്ടി ഇടിച്ചു വന്നു. ആ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ പിന്നെ ഇൻകോസ്റ്റ് തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി പോയി. അതുകൊണ്ട് അല്ല, നിങ്ങൾ ആ തൊന്മാടത്തരം കാണിച്ചിട്ട് നീയൊക്കെ തൊന്മാടത്തരം കാണിച്ചിട്ട് അല്ല ഇപ്പൊ പറയുന്നത് എന്തോ പറയുന്നത് ഇയാളെ ചോദിക്കാൻ തട്ടാമുട്ടിയാ പറയുന്നത്. പുറത്ത് പാർക്ക് ചെയ്യുന്നതിന്റെ മറുപടി ഞാൻ അല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അങ്ങനെയല്ലോ പറഞ്ഞേ. ഈ വേണ്ട ബസ് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ, നീ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. 25 ബസ് പാർക്ക് ചെയ്യാൻ പറ്റും. ബസ് 25 പ്രകാരം റോഡിൽ പാർക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 25 ബസ്സല്ലേ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനം എടുക്കാൻ പറ്റും. പ്രൈവറ്റ് ബസ് ഉണ്ടോ ഇവിടെ? പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ഉണ്ടോ ഇവിടെ? പത്തനാപുരത്ത് എത്ര പെട്രോൾ പമ്പുകളുണ്ട്? പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ പ്രൈവറ്റ് ബസ്സിൽ എത്ര ഓടുന്ന ഞാൻ അറിയാമോ? എത്ര പ്രൈവറ്റ് ബസ് ഓടുന്ന ഞാൻ അറിയാമോ? പ്രൈവറ്റ് ബസ്സുകളിൽ നമുക്ക് ആളുകളെ വിളിച്ചോടെ ഫുള്ളും കരാവയ്യാം. ഇയാൾ മനഃപൂർവ്വം കൊലപാതകം ഇയാൾ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് ഇയാൾ പറയും 25 ബസ് ഓടിച്ചാൽ ഞങ്ങൾ ചോദിച്ചാൽ മറുപടിയാണ് ഇയാൾ പറയുന്നത്.